86 മണ്ഡലങ്ങളിലാണ് CPM ഇത്തവണ മത്സരിക്കുന്നത്. ഇതിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 75 പേരുടെയും സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന 6 പേരുടെയും പേരുകളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ശേഷിക്കുന്ന 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രഖ്യാപിക്കാനുള്ള മണ്ഡലങ്ങളെന്ന് നോക്കാം. നോക്കൂ, പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി ഇങ്ങനെ പോകും. അതായത് പ്രഖ്യാപിക്കുന്ന സീറ്റുകൾ ഇതാണ്: പാലക്കാട്, തിരൂർ, ഒപ്പം കോട്ടക്കൽ, കൊടുവള്ളി, കൊണ്ടോട്ടി. ഇതിൽ കോട്ടക്കൽ സീറ്റ് കഴിഞ്ഞ തവണ NCP മത്സരിച്ചതാണ്. പക്ഷേ ഇത്തവണ ആ സീറ്റ് CPM ഏറ്റെടുക്കുകയാണ്. പകരം അവർക്ക് മലപ്പുറം നൽകും. ഇതാണ് സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 5 ഇടങ്ങൾ: പാലക്കാട്, തിരൂർ, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി എന്ന സീറ്റുകൾ. അതായത് ഈ സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെയും സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവുമാണ് CPM നടത്താൻ ഒരുങ്ങുന്നത്. ഇതിൽ പാലക്കാട് ഒഴികെയുള്ള സീറ്റുകളിൽ കാര്യമായൊരു ഫൈറ്റ് അവകാശപ്പെടാൻ കഴിയില്ല. കൊടുവള്ളി ഒരു ഫാക്ടറാണ്. കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണയും കാരാട്ട് റസാക്കിനെ നിർത്തിയുള്ള പരീക്ഷണമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കൊടുവള്ളി ഒരു ഫാക്ടറാണ്. കൊടുവള്ളിയും പാലക്കാടുമാണ് ഇതിൽ പ്രധാനം. ബാക്കിയൊക്കെ ലീഗിൻ്റെ ഒരു കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിനപ്പുറം ഒരു വിജയപ്രതീക്ഷ ഒരു പക്ഷേ അവർ മുന്നിൽ കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാലക്കാട് സീറ്റ് നിർണായകമാണ്. പാലക്കാടിൽ ആര് സ്ഥാനാർത്ഥിയാകും? അല്പസമയം മുമ്പ് TP രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്വതന്ത്രനായിരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആരും കരുതപ്പെട്ട മുഖമായിരിക്കില്ല CPMൻ്റെ മനസ്സിലുള്ളത്. അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്. പാലക്കാട് ആരെയാണ് CPM കളത്തിലിറക്കാൻ പോകുന്നതെന്ന്. കാരണം രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നീക്കം കൂടിയാണ് മാറുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നീക്കം എന്താണ്? കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കും? ഷാഫി പറമ്പിൽ തന്നെ അവിടേക്ക് വരുമോ, അതല്ലെങ്കിൽ മറ്റു മുഖങ്ങൾ ഉണ്ടാകുമോ? ഒപ്പം BJPയുടെ നീക്കം ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ പാലക്കാട് കളത്തിലിറക്കുന്നു എന്നതാണ് സാഹചര്യം. കൊടുവള്ളി ഒരു ബിഗ് ഫൈറ്റ് പലപ്പോഴും CPM നടത്തിയിട്ടുള്ള ഇടമാണ്, സ്വതന്ത്രന്മാരെ കളത്തിലിറക്കിക്കൊണ്ട്. അതുകൊണ്ട് കൊടുവള്ളിയും ഇത്തവണ വളരെ ഫാക്ടറാണ്. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിലെയും CPM നീക്കം നിർണായകമാണ്. അത് ഇപ്പോഴും ഒരു സസ്പെൻസായി തന്നെ നിൽക്കുന്നു എന്നതാണ്. ആരൊക്കെയാണ് ഇത്തവണ CPMൻ്റെ പൊതു സ്വതന്ത്രർ എന്ന കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, CPM ഇത്തവണ കളത്തിലിറക്കുന്ന പൊതു സ്വതന്ത്രർ ഇവരൊക്കെയാണ്. അതായത് V. അബ്ദുൾ റഹ്മാൻ നിലവിൽ മന്ത്രിയാണ്, സ്പോർട്സ് കായിക മന്ത്രിയാണ്. അദ്ദേഹം താനൂരിൽ നിന്നാണ് മത്സരിച്ചത്. ഇത്തവണ മണ്ഡലം മാറുമെന്ന സൂചനയുണ്ടായിരുന്നു, മാറുന്നില്ല. താനൂരിൽ തന്നെ V. അബ്ദുൾ റഹ്മാൻ മത്സരിക്കുന്നു. PT റഹിമം കുന്നമംഗലത്ത് അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. KT ജലീൽ മത്സരിക്കാനില്ല എന്ന് പലവട്ടം അദ്ദേഹം നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കുവച്ചു. പക്ഷേ ജലീൽ തന്നെ താനൂരിൽ സ്ഥാനാർത്ഥി എന്ന വ്യക്തതയുണ്ടാകുന്നു. സുജിത്ത് വിജയൻപിള്ള ചവറയിൽ. സുജിത്ത് വിജയൻപിള്ളയെ മാറ്റി ഇത്തവണ മറ്റു ചില പരീക്ഷണം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ സുജിത്ത് തന്നെയാണ് അവിടെ വിജയസാധ്യത എന്ന് CPM വിലയിരുത്തുന്നു. അങ്ങനെ ചവറയിൽ സുജിത്ത് വിജയൻപിള്ള തന്നെ. നിലമ്പൂരാണ് ശ്രദ്ധേയം. U. ഷറഫലി എന്ന കായിക